ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രതിഷേധം. ഇന്നലെ രാത്രി നവജാത ശിശു മരിച്ചത് അനാസ്ഥ മൂലമെന്ന് ആരോപിച്ചാണ് ബന്ധുക്കളുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം 29-നാണ് വണ്ടാനം സ്വദേശി മനുവിന്റെ ഭാര്യ സൗമ്യ പ്രസവിക്കുന്നത്. കൃത്യമായ പരിചരണം ലഭിച്ചില്ലെന്നും പ്രസവ സമയം മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പരിശോധിച്ച് നടപടിയെടുക്കാം എന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഞാൻ എടുത്തിട്ട് അവർ എടുത്ത സമയം അവർക്ക് ചോദിച്ചാൽ മതി. എടുത്തിട്ട് പോകുമ്പോൾ ചേച്ചി അമ്മ മരിച്ചില്ല അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് ബന്ധുക്കളെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഏത് തരത്തിലുള്ള അനാസ്ഥയുണ്ടായെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് സൗമ്യയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് പ്രസവത്തിനായിട്ട്. പ്രസവ വേദന എടുത്തിട്ടും അവിടെ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സൗമ്യ വാർഡിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. പ്രസവിച്ചതിന് ശേഷമാണ് ലേബർ റൂമിലേക്ക് മാറ്റിയത്. ലേബർ റൂമിലാവട്ടെ ബന്ധപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ളവർ വേണ്ടത്ര പരിഗണന നൽകി പരിചരിച്ചില്ല എന്നാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത്. കുട്ടിയെ അതിനുശേഷമാണ് ICUലേക്ക് മാറ്റുന്നത് എന്നതടക്കമുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹവുമായി പുലർച്ചെ ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം ഉണ്ടായത്. നാട്ടുകാരും ബന്ധുക്കളും മെഡിക്കൽ കോളേജിൽ എത്തിയായിരുന്നു. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഒടുവിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 40 ദിവസത്തിനിടയ്ക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമുള്ള 3ാമത്തെ മരണമാണ് എന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പ്രശ്നം സംസ്ഥാന ആരോഗ്യ വകുപ്പിനും സർക്കാരിനും തന്നെ ക്ഷീണം വരുത്തുന്ന ഒന്നായി മാറും. ശരി, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കേൾക്കുന്നത് നല്ല വാർത്തകളല്ല. ചികിത്സാ പിഴവ് മൂലം അധികൃതരുടെ ഭാഗത്തും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അനാസ്ഥ മൂലം വീണ്ടും ഒരു കുഞ്ഞിനുകൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പരാതി ഉയരുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗൗരവതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഷൈജു.